കോപ്പറിന്റെ മാസും അതേപോലെ ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ ആണ് രണ്ട് സിറ്റുവേഷൻസിലും സെയിം ആവേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കിക്കോളൂ, കോപ്പർ ബൈ ഓക്സിജൻ നമ്മൾ ചെയ്യുമ്പോൾ 1.0988 ഡിവൈഡഡ് ബൈ 0.277 ആണ്. അതേപോലെ കേസ് 2 നോക്കിക്കോളൂ, നമ്മൾ കോപ്പർ ബൈ ഓക്സിജൻ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1.179 ഡിവൈഡഡ് ബൈ 0.297. ഈ രണ്ട് വാല്യൂസും ആണ് സെയിം ആവേണ്ടത്. ഈ രണ്ട് എലമെന്റ്സിന്റെ റേഷ്യോ ബൈ മാസ് നമ്മൾ എടുക്കുമ്പം, രണ്ട് എലമെന്റ്സിന്റെ റേഷ്യോ ബൈ മാസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ മാസ് നമ്മൾ എടുക്കുമ്പം അത് കറക്റ്റ് ആയിരിക്കണം. നോക്കിക്കോളൂ, അത് സെയിം ആയിരിക്കണം. സെയിം ആണോ അല്ലയോ നമുക്ക് നോക്കാം. സെയിം ആണെങ്കിൽ ഇവിടെ എന്ത് ലോ ഫോളോ ചെയ്യേണ്ടത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ള ലോ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. 1.098 ഡിവൈഡഡ് ബൈ 0.277 ചെയ്യുമ്പോൾ നമുക്ക് 3.96 ആണ് കിട്ടുന്നത്. 3.96 ആണ് നമ്മുടെ ഫസ്റ്റ് കേസിൽ കിട്ടിയത്.